ബീഹാറിലെ പാട്ന എന്ന് പറയുന്ന പ്രധാന സിറ്റിയുടെ സൈഡ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സൻ ബെഹന്ദാർ കേവിലാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. പാട്ന സിറ്റിക്കുള്ളിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളുണ്ട്, ഡോൺ ബോസ്കോ സ്കൂൾ. അവിടുത്തെ അധ്യാപകരോടൊപ്പമാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. സിറ്റിയുടെ ഔട്ടർ സൈഡിലാണ് ഈ ഒരു കേവ് നിലകൊള്ളുന്നത്. പാട്ന സിറ്റിയിൽ നിന്ന് രാവിലെ ആരംഭിച്ച ഞങ്ങളുടെ യാത്രയാണ്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ ഒരു കേവ് സിറ്റിയിൽ നിന്ന് നിലകൊള്ളുന്നത്. സിറ്റിയുടെ ഔട്ടർ സൈഡിലാണ് ഈ ഒരു കേവ് നിലകൊള്ളുന്നത്. അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളാണ് എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം AD 3-4 നൂറ്റാണ്ടുകളിലാണ് ഈ ഒരു കേവ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബാർബാര കേവ് പോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കേവും നിലകൊള്ളുന്നത്. അതേ മോഡലിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മിതിയും നടത്തിയിരിക്കുന്നത്. ഒരു വാതിൽ, അത് ഇടുങ്ങിയ ഒരു വാതിൽ. അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലെ ശബ്ദ തരംഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഗുഹയ്ക്കുള്ളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നിർമ്മിതി നടത്തിയിരിക്കുന്നതിനാൽ ഇതിന്റെ തരംഗങ്ങൾക്ക്, ശബ്ദ തരംഗങ്ങൾക്ക് പോലും ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. ആ ശബ്ദ തരംഗങ്ങളിലെ വ്യതിയാനം ഒന്ന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒറിജിനൽ സൗണ്ടോടുകൂടി അത് ഞാൻ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏകദേശം 3-4 നൂറ്റാണ്ടുകളിലാണ് ഈ ഒരു കേവിന്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു നിഗമനം നടത്തിയിരിക്കുന്നത്. സാധാരണ കല്ല് ഗ്രാനൈറ്റ് പോലെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബാർബാര കേവ് പോലെ തന്നെ അതിന്റെ അതേ മോഡലിൽ തന്നെയാണ് ഇതിന്റെ ഒരു നിർമ്മിതിയും നടത്തിയിരിക്കുന്നത്. സാധാരണ പാറയെ തുരന്നെടുത്തുകൊണ്ട് ഗ്രാനൈറ്റ് പോലെ മിനുസമുള്ള നല്ല ഗുഹയാക്കി, നല്ല കല്ലുകളാക്കി അകം പോലും മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ബാർബാര കേവ് പോലെ ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ ഒരു കേവ് ഇന്നും മനോഹരമായ രീതിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾക്കൊന്നും വിധേയമാകാതെ ഇന്നും ടൂറിസ്റ്റുകൾക്ക് അട്രാക്ഷൻ നൽകാവുന്ന രീതിയിൽ ടൂറിസ്റ്റ് വകുപ്പ് വളരെ ഭംഗിയായിട്ട് ഇത് ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ആർക്കിടെക്ചർ ഒക്കെ ഈ ഒരു ഗുഹയുടെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലും ഞാൻ പരമാവധി സമയമില്ലാഞ്ഞിട്ട് പോലും ഒപ്പിയെടുക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ് ചെയ്യുന്നത്. ധാരാളം ആളുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് നടന്നെടുക്കുന്നത്. അതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ചെറിയ ഒരു ഗാർഡനും യഥേഷ്ടം സായാഹ്നത്തിൽ ഇരിക്കുവാൻ പറ്റിയ ഇരിപ്പിടങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഗുഹയുടെ ബാക്ക് ഭാഗത്തായിട്ട് രാജഗീർ എന്ന് പറയുന്ന ഒരു ഹിൽസ് ഭാഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു മലയുടെ താഴ്വാരത്തിലാണ് ഈ ഒരു ഗുഹ നിലകൊള്ളുന്നത്. യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു കലമാനിനെ ഞങ്ങൾ കാണുവാൻ ഇടവന്നത്. ചരിത്രപരമായ ഒത്തിരി പ്രാധാന്യമുള്ള ഈ ഒരു സ്ഥലം എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ്.